ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കിഴങ്ങാണ് കേട്ടോ മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുണ്ടാക്കുന്നത്. കിഴങ്ങ് കുറച്ച് തൊലിച്ചപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കട്ടോ. അപ്പോൾ മക്കളെ ഫുള്ളായിട്ട് ഇതേപോലെ ഈ ഒരു രൂപത്തിൽ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഉണ്ടാക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാലകളൊക്കെ തയ്യാറാക്കട്ടെ. അപ്പോൾ ഒരു പാത്രം നമ്മൾ എടുത്തേക്കണം കേട്ടോ. ആ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കുറേ ഉപ്പ് വേണ്ട, എന്നാൽ കുറച്ചൊക്കെ ഒരു ഉപ്പ് ഇല്ലെങ്കിലും അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചൊരു എരിവ് വേണം കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി നമ്മൾ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എല്ലാത്തിനും ചിക്കൻ മസാലപ്പൊടി ഇടണം മോൾക്ക്, അതാണ് ഓന് ഭയങ്കര ഇഷ്ടം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആ ഒരു അരിഞ്ഞു വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കട്ടോ. ഫുള്ളായിട്ട് ഇതേപോലെ നമ്മൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഇനി മസാലകളൊക്കെ ഒന്ന് പൊടിച്ച് കിട്ടും. ഒരു 10 മിനിറ്റ് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായിക്കണം കേട്ടോ. ഇനി ഓയിലൊന്നൊരു ചൂടാവട്ടെ. അപ്പോൾ അതാക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം മുരിഞ്ഞ് വരണം. ഇത് നമുക്കിത് ഓഫാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരും. അതുവരെയൊക്കെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.